പ്രതികൾക്ക് 20 വർഷം ശിക്ഷ 2 തൊട്ട് 6 വരെയുള്ള പ്രതികളുടെ കുടുംബാവസ്ഥ പരിഗണിക്കും എന്ന് പറയുകയാണ്. അതേസമയം 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 376D കൂട്ടബലാത്സംഗം ചുമത്തപ്പെട്ട പ്രതികൾക്ക് 20 വർഷം ശിക്ഷ എന്നുള്ള നിർണായകമായ വിധി പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. ഇത് സെൻസേഷണൽ കേസാണെന്ന് കോടതി പറയുന്നു. പക്ഷേ അത് വിധിയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ അല്പം വൈകിയാണെങ്കിൽ കൂടി പൾസർ സുനിക്കടക്കം 20 വർഷം തടവ്. പൾസർ സുനിക്കടക്കം 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം തടവാണ്. 376D ചുമത്തപ്പെട്ട 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം തടവാണ്. അതേസമയം 2 തൊട്ട് 6 വരെയുള്ള പ്രതികളുടെ കുടുംബാവസ്ഥ പരിഗണിക്കുമെന്ന് പറയുന്നതിൽ ഏത് രീതിയിലാണ് 20 വർഷത്തിൽ ഇളവുണ്ടോ എന്നറിയില്ല. എന്തായാലും വിജയകുമാർ, 20 വർഷം തടവെന്ന് പറയുന്നത് ഈ കൂട്ടബലാത്സംഗത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷകളിൽ ഒന്നാണ്. വിജയകുമാർ, അതെ അതെ, അതാണ് 376D നൽകാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷയാണ് 20 വർഷം. ഇതിൽ പല പ്രതികളും ഏതാണ്ട് 7 വർഷം ഇതിനോടകം തടവ് അനുഭവിച്ചിട്ടുണ്ട്. ബാക്കിയായിരിക്കാം ഒരു പക്ഷേ ഇനി അനുഭവിക്കേണ്ടി വരിക. അതിനപ്പുറത്തേക്ക് കൂടുതൽ ശിക്ഷ ഇപ്പോൾ 120B ഇതിനൊപ്പം നിൽക്കുന്ന ഗൂഢാലോചന വകുപ്പാണ്. 20 വർഷം തടവ് ഗൂഢാലോചനയ്ക്കാണ് 20 വർഷം തടവ്. അപ്പോൾ ഇനി 376Dയുടെ ഗൂഢാലോചന എന്ന് വെച്ചാൽ കൂട്ടബലാത്സംഗത്തിന് പ്രതികൾ നടത്തിയ ഗൂഢാലോചനയ്ക്കടക്കമുള്ള 376D പ്ലസ് എല്ലാം കൂടെ ചേർത്തുള്ള തടവാണ് 20 വർഷം എന്നതാണോ, അതോ ഗൂഢാലോചനയ്ക്കുള്ള 20 വർഷം അങ്ങനെയുണ്ടോ? ഗൂഢാലോചന, അതായത് പ്രധാന കുറ്റം ഇവിടെ 376 കൂട്ടബലാത്സംഗമാണ്. അതിന് നടത്തിയ ഗൂഢാലോചനയും കൂടെ ചേർത്താണ്, അതായത് 120Bയും 376ഉം Dയും കൂടി ചേർത്താണ് 20 വർഷം. അതായത് ഈ വകുപ്പുകൾ പ്രകാരം ഒരു പ്രതിക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷയാണ് 20 വർഷം. അതിവിടെ നൽകിയിരിക്കുന്നു. ഇപ്പോൾ കോടതി ആമുഖമായി പറഞ്ഞത് 2 തൊട്ട് 6 വരെ പ്രതികളുടെ കുടുംബാവസ്ഥ പരിഗണിക്കുമെന്നത്. അങ്ങനെ കുടുംബാവസ്ഥ പരിഗണിച്ച് എന്തെങ്കിലും ഇളവ് അവർക്ക് നൽകുന്നുണ്ടോ എന്നത് കോടതി പറയുമായിരിക്കും. അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 1 മുതൽ 6 വരെ, അതായത് പൾസർ സുനി എന്ന NS സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, വടിവാൾ സലീം എന്ന സലീം, പ്രദീപ്, ഇത്രയും പ്രതികൾക്ക് ഈ 376D അതിന്റെ ഗൂഢാലോചനയ്ക്ക് 20 വർഷം തടവ് കോടതി വിധിച്ചിരിക്കുകയാണ്. അതിൽ നേരത്തെ ഇതിൽ പലരും ഞാൻ പറഞ്ഞതുപോലെ 6-7 വർഷമൊക്കെ തടവ് അനുഭവിച്ചവരാണ്. അവർക്ക് എന്തെങ്കിലും ഇളവുണ്ടോ എന്നറിയില്ല. അതിലേക്ക് കോടതി വരുന്നതേ ഉള്ളൂ. എന്തായാലും എല്ലാ പ്രതികൾക്കും 20 വർഷത്തെ കഠിന തടവ് ശിക്ഷ എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ശിക്ഷാവിധി പ്രഖ്യാപനം. എല്ലാ പ്രതികൾക്കും 1 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികൾക്കും ഈ നടിയെ ഒരു പാതിരാത്തെരുവിൽ കൂട്ടബലാത്സംഗത്തിനിരയായ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, ബാക്കി 4 പ്രതികൾ കുറ്റമുക്തരായവരാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എല്ലാ പ്രതികൾക്കും 20 വർഷത്തെ കഠിന തടവ് ശിക്ഷയും 50,000 രൂപ പിഴ എന്നുകൂടി വരുന്നുണ്ട്. ഒന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇത് വലിയ കോളിളക്കമുണ്ടാക്കിയ കേസാണെന്ന് കോടതി പറയുന്നുണ്ട്. വലിയ ട്രോമ ആ പെൺകുട്ടി അനുഭവിച്ചു എന്ന് കോടതി പറയുന്നുണ്ട്. പ്രതികളുടെ പ്രായം കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. 40-ൽ താഴെയുള്ളവരാണ് എല്ലാ പ്രതികളും എന്നൊരു നിരീക്ഷണം കോടതി നടത്തി എന്നിങ്ങനെ അറിയാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ എല്ലാ പ്രതികൾക്കും 20 വർഷത്തെ കഠിന തടവ് ശിക്ഷ, 50,000 രൂപ വീത പിഴ. അല്പസമയം മുമ്പാണ് സിറ്റിംഗ് തുടങ്ങിയത്. 6 പ്രതികളെയും പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി വിധി പ്രസ്താവം തുടങ്ങിയതിന് പിന്നാലെ തന്നെ ഇത് വലിയ ട്രോമ പെൺകുട്ടി അനുഭവിച്ചു എന്ന നിരീക്ഷണത്തോടെ, പ്രതികളുടെ പ്രായം പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്ന നിരീക്ഷണത്തോടെ 40-ൽ താഴെയുള്ളവരാണ് എല്ലാ പ്രതികളും എന്നൊരു പരാമർശത്തോടെ കോടതി എല്ലാ പ്രതികൾക്കും 20 വർഷത്തെ കഠിന തടവ് ശിക്ഷ, 50,000 രൂപ പിഴ എന്നുള്ളതാണ്. ഒരുപക്ഷെ അതൊരു മിനിമം സെന്റൻസ് അവാർഡ്. ഒരു കൂട്ടബലാത്സംഗ കേസിന് 20 വർഷത്തെ തടവ് എന്ന് പറയുന്നത് ഒരു മിനിമം സെന്റൻസ് അവാർഡ് എന്നൊരു അഭിഭാഷകൻ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അതെനിക്കറിയില്ല അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. 5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം പ്രതികൾ. 20 വർഷം തടവും 5 ലക്ഷം രൂപ വീതം പിഴ അത് അതിജീവിതയ്ക്ക് നൽകേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന 376Dയും അതിനോടനുബന്ധമായ 120Bയും ചേർത്താൽ കൊടുക്കാവുന്ന പരമാവധി ശിക്ഷയാണ് 20 വർഷം. അത് മാക്സിമം നൽകണം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അത് ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.